സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം റിലീസായി എത്തിയ രണ്ട് സിനിമകളാണ് ടൊവിനോ തോമസ് നായകനായിട്ടുള്ള എയറാം എന്ന സിനിമ, ആസിഫ് അലി നായകനായിട്ടുള്ള കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്ന സിനിമ. ഈ രണ്ട് സിനിമകൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷക പിന്തുണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എയറാം എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളും കിട്ടിയിട്ട് വലിയൊരു ഹിറ്റിലേക്ക് ഈ സിനിമ കുതിച്ചുകൊണ്ട് പോവുകയാണ്. ആസിഫ് അലിയുടെ കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ചെറിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ കളക്ഷനിലും ചെറിയൊരു തുക കൊണ്ടാണ് സിനിമ തുടക്കം കുറിച്ചത്. അതായത് രണ്ട് സിനിമയും ബഡ്ജറ്റും അതുപോലെ തന്നെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ വളരെ അന്തരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്ന സിനിമ ലക്ഷങ്ങൾ തുടങ്ങി കോടികളുടെ കണക്ക് വരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ ഈ സിനിമകളുടെ രണ്ടാം വെള്ളിയാഴ്ച ആയിട്ടുള്ള 9 ദിവസം സ്ഥിതി വേറെ ലെവലിലേക്ക് മാറി മറിഞ്ഞിരിക്കുകയാണ്. കാരണം മറ്റൊന്നല്ല, 9-ാം ദിവസം എയറാം എന്ന സിനിമയെക്കാളും കൂടുതൽ കളക്ഷനും കാര്യങ്ങളൊക്കെ ആസിഫ് അലിയുടെ കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 9-ാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച എയറാം എന്ന സിനിമയ്ക്ക് കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് 2,40,00,000 രൂപയാണ്. പക്ഷേ ആസിഫ് അലിയുടെ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് 2,60,00,000 രൂപയാണ്. ഇന്ന് ശനി, നാളെ ഞായർ, ഈ 2 ദിവസവും ഇതേപോലെ തന്നെയാണ് പോകാനുള്ള ചാൻസ് കൂടുതൽ. എയറാമിന്റെ കളക്ഷനേക്കാൾ കൂടുതൽ ഈ 2 ദിവസങ്ങളിൽ ആസിഫ് അലിയുടെ സിനിമയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ രണ്ട് സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ ഏതായിരിക്കും എന്നുള്ളത് ഒരു സംശയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആദ്യമൊക്കെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാമായിരുന്നു ARM എന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നല്ല, ആസിഫ് അലിയുടെ സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു അവസ്ഥയാണ്. കണ്ടവർ തന്നെ വീണ്ടും കാണാൻ പോകുന്നുണ്ട്. നല്ല രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. ആ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം നേടിയിട്ടുള്ള ഒരു വിജയമാണ്.